പ്രിയപ്പെട്ടവരെ, ശാലമൊരുക്കുന്ന മദർ ഓഫ് ഗോഡ് എന്ന ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള നമ്മുടെ തീർത്ഥാടനം അമ്മയെപ്പറ്റി കൂടുതൽ പഠിക്കുവാനും അമ്മയോടുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കുവാനുമുള്ള ഒരു പരിശ്രമമായിരുന്നു. അതുപോലെ തന്നെ തിരുസഭയിൽ പരിശുദ്ധ അമ്മയോടൊത്തുള്ള പ്രാർത്ഥന, അമ്മയോടുള്ള പ്രാർത്ഥന, ഇതേപ്പറ്റി നാം പഠിച്ചു. ഇനിയും അമ്മയെപ്പറ്റി വളരെ ഗഹനമായ പല പഠനങ്ങളും നടത്തുവാനുണ്ട്. ഉദാഹരണമായിട്ട് പരിശുദ്ധ അമ്മയും വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ആ ബന്ധം, പരിശുദ്ധ അമ്മയും ത്രിത്വൈക ദൈവവുമായിട്ടുള്ള ബന്ധം, നമ്മുടെ ആരാധനക്രമത്തിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള ആ സ്ഥാനം തുടങ്ങിയ വളരെ ഗഹനവും അറിഞ്ഞിരിക്കേണ്ടതുമായ വിഷയങ്ങൾ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. ഈ ദിവസങ്ങളിൽ ശാലോമിലേക്ക് നമ്മുടെ എപ്പിസോഡുകളൊക്കെ കണ്ട ശേഷം അനേകം എഴുത്തുകൾ സംശയം ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിലെ എഴുത്തുകൾ നമ്മൾ പഠിച്ച ശേഷം പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ നൽകിക്കൊണ്ട് ഓരോ ആൾക്കാരുടെയും സംശയത്തെ ദൂരീകരിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അതായിരിക്കും ഇന്നത്തെ പഠനത്തിൻ്റെ ആ തുടക്കം. അതുകൊണ്ട് ആദ്യമായി രമ്യ കയ്യിലുള്ള ആ എഴുത്തിൻ്റെ സംഗ്രഹം ഒന്ന് പറയുക. അച്ഛാ, കൽക്കട്ടയിൽ നിന്നും മിസ് ടെസ്സി എന്നൊരാൾ എഴുതിയ കത്തുണ്ട്, ഞാനത് വായിക്കാം. യേശുവിൻ്റെ അമ്മ നസ്രത്തിൽ നിന്നുള്ള മേരിയാണ് എന്ന് സുവിശേഷത്തിൽ നിന്നാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്. യേശുവിൻ്റെ അമ്മ നിത്യകന്യകയാണ് എന്ന് അച്ഛനൊരു എപ്പിസോഡിൽ പറയുകയുണ്ടായല്ലോ. എന്നാൽ വിശുദ്ധ മർക്കോസ്, ലൂക്ക, മത്തായി എന്നീ സുവിശേഷകന്മാരുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ സഹോദരരെ പറ്റി വ്യക്തമായി പറയുന്നുണ്ട്. യേശുവിന് 4 സഹോദരന്മാരുള്ളതായി വിശുദ്ധ മത്തായി സ്ലിഹായും മാർക്കോസും പേരെടുത്ത് പറയുന്നുണ്ട്. യാക്കോബ്, ജോസഫ്, ഷിമയോൻ, യൂദാസ് എന്നിവർ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ സഹോദരന്മാരായിരുന്നുവെന്നും മേരിയുടെ മക്കളായിരുന്നുവെന്നും ക്രിസ്ത്യൻ സമൂഹത്തിലെ ചില കൂട്ടർ വിശ്വസിക്കുന്നു. എന്നാൽ കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് യാക്കോബയ സഭകളും അവർ യേശുവിൻ്റെ നേരിട്ടുള്ള സഹോദരന്മാരല്ല എന്നും മേരിക്ക് വേറെ മക്കളില്ല എന്നും വിശ്വസിക്കുന്നു. ഇതൊന്നുകൂടി വിശദീകരിച്ച് തരാമോ? യാക്കോബ്, ജോസഫ്, ഷിമയോൻ, യൂദാസ് എന്നിവർ മേരിയുടെ മക്കളല്ലെങ്കിൽ ആരുടെ മക്കളാണ്? സുവിശേഷത്തിൽ വല്ല തെളിവുകളുമുണ്ടോ? ഈ എഴുത്തിൽ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഒന്ന്, മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും സൂചിപ്പിച്ചിരിക്കുന്ന യേശുവിൻ്റെ സഹോദരരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. അവർ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ സഹോദരരായിരുന്നോ? മറിയത്തിൻ്റെ മക്കളായിരുന്നോ? രണ്ടാമത്തേത്, അവർ മക്കളല്ലായിരുന്നുവെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ആരായിരുന്നു? ഇതല്ലേ ചോദ്യം പ്രധാനമായിട്ടും വരുന്നത്. നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യാം. ആദ്യമായിട്ട് ആ സുവിശേഷ ഭാഗം ഒന്നെടുത്ത് വായിക്കുക. അതായത് മത്തായിയുടെ സുവിശേഷം അധ്യായം 13 വാക്യങ്ങൾ 55 മുതൽ അഖിൽ ആ ഭാഗം ഒന്നെടുത്ത് വായിക്കുക. മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 55 മുതലുള്ള വാക്യങ്ങൾ. ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? മറിയമല്ലേ ഇവൻ്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ഷിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ? ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂടെയുണ്ടല്ലോ. പിന്നെ ഇവൻ ഇതെല്ലാം എവിടെ നിന്ന്? അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? മറിയമല്ലേ ഇവൻ്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ? പക്ഷേ ഇവിടെ പറയുന്നില്ല ഇവരല്ലേ മേരിയുടെ മക്കൾ എന്നൊരു കാര്യം ഇവിടെ പറയുന്നില്ല. സഹോദരന്മാർ. ഒരിക്കൽ നമ്മൾ ഈ ഭാഗത്തെപ്പറ്റിയും നമ്മൾ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്തതാണ്. ഇനി നമ്മൾ ഒരു കാര്യം വ്യക്തമായിട്ട് അറിയുക. ഒരു വ്യക്തിയെപ്പറ്റി, ഒരു വസ്തുവിനെപ്പറ്റി, ഒരു സംഭവത്തെപ്പറ്റി സാധാരണ നമ്മൾ അറിയുന്നത് 4 രീതിയിൽ കൂടിയാണ്. ഒന്ന്, ബൗദ്ധിക തലത്തിൽ നമ്മളുടെ ബൈ റീസൺ, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്. രണ്ടാമത്, നമ്മുടെ അനുഭവത്തിലൂടെ, ജീവിതാനുഭവത്തിലൂടെ. മൂന്നാമത്തത് പ്രബോധനം, അതായത് പഠനം, എഡ്യൂക്കേഷൻ,
അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പോകുന്നത്, മറ്റുള്ളവരുടെ അറിവ് നമ്മൾക്ക്, അധ്യാപകരുടെ അറിവ് നമുക്ക് പകർന്നു കിട്ടുന്നു. നാലാമത്തെ വെളിപാടിലൂടെയാണ്. ഞാനിത് ഭൗതിക തലത്തിലേക്ക് ആദ്യം ഒന്ന് കടന്നു വരാൻ ശ്രമിക്കുകയാണ്. ഭൗതിക തലത്തിൽ തന്നെ നമുക്ക് ഇതിനെ ഒന്ന് പഠിക്കുവാൻ ശ്രമിക്കാം. അതായത്, ഒന്നാമതായി നാം മേരിയെ കണ്ടുമുട്ടുന്നത് നാസ്രത്തിലാണ്. അവിടെ കന്യകയുടെ അടുത്തേക്ക് ദൈവദൂതൻ വരുന്നു, സന്ദേശം നൽകുന്നു. മേരി ദൈവപുത്രനെ സ്വീകരിക്കുന്നു, അതിനുശേഷം ജന്മം നൽകുന്നു. അതുതന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, കടിഞ്ഞൂൽ പുത്രനെ അവൾ പ്രസവിച്ചു എന്ന്. അപ്പോൾ യേശു ആദ്യത്തെ പുത്രനാണ്. ഇവിടെയാണ് ചിലർ ഇതിനെ, ഈ വാക്കിനെ എടുത്തുകൊണ്ട് തന്നെ പറയുന്നുണ്ട് വേറെ പുത്രന്മാരും ഉണ്ടായിരിക്കാമെന്ന്. അത് നാം കാണുന്നത് അത് അന്നത്തെ ഹീബ്രു ശൈലിയാണ്. ആദ്യത്തെ പുത്രൻ ഒരു പുത്രനുള്ളെങ്കിലും കടിഞ്ഞൂൽ പുത്രൻ എന്ന് വിളിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ സന്ദേശം യോസേപ്പിന് കിട്ടുന്നുണ്ട്, ശിശുവിനെയും എടുത്ത് ഈജിപ്തിലേക്ക് പോകുക. അപ്പോൾ യേശു മാത്രമേ അന്നുള്ളൂ. മൂന്നാമത് നാം കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 2 ഹെറോദോസിൻ്റെ മരണശേഷം വീണ്ടും മാതാവിനും യോസേപ്പിനും സന്ദേശം കിട്ടുകയാണ്, ഇതാ നിങ്ങളുടെ ശത്രു മരിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ജന്മനാട്ടിലേക്ക് പോകാം, നാസറത്തിലേക്ക്. അപ്പോൾ സുവിശേഷകൻ പറയുന്നത് എന്താണെന്നറിയാമോ? എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിപ്പോകുന്നു. അപ്പോൾ അവിടെയും ഒരു ശിശുവേ ഉള്ളൂ. എത്ര നാൾ മേരിയും യേശുപിതാവും ഈജിപ്തിൽ താമസിച്ചുവെന്ന് കൃത്യമായി ഇന്ന് വരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ബൈബിൾ പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അത് ചുരുങ്ങിയ വർഷമാകാം, അല്ലെങ്കിൽ 12-ാം വയസ്സിന് മുമ്പ് വരെ ആകാം എന്നൊക്കെ അഭിപ്രായം വരുന്നുണ്ട്. ഏതായാലും അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോഴും ശിശുവിനെയും സിംഗിൾ ഇതിലാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. 12-ാം വയസ്സിൽ നാം യേശുവിന് 12 വയസ്സുള്ളപ്പോൾ ജെറുസലേമിൽ പോയ കഥ നമുക്കറിയാം. അപ്പോഴും നാം മനസ്സിലാക്കുന്നത് യേശു മാത്രമേ ആ കുടുംബത്തിലുള്ളൂ എന്നാണ്, മകനായിട്ട്. കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ ഇപ്പോൾ നാം വായിച്ചു കേട്ടത് 4 പേരുടെ പേര് പറയുന്നുണ്ട്: ജോസെ, യൂദ, ശിമയോൻ, യാക്കോബ്. എന്നിട്ട് പറയുന്നുണ്ട് സഹോദരിമാരും നമുക്കറിയില്ലേ. സഹോദരിമാരെന്ന് പറയുമ്പോൾ 2 അതിൽ കൂടുതലുമാകാം, മിനിമം 2. അപ്പോൾ 6 മക്കളും കൂടെ. അപ്പോൾ ഈ 6 മക്കൾ 12-ാം വയസ്സിന് മുമ്പിലെ മേരിക്കില്ലായിരുന്നുവെന്ന് വ്യക്തമാണ്. ഇതിന് ശേഷം പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നത് യോസേപ്പിതാവ് അധികം താമസിയാതെ മരിച്ചുപോയി എന്നാണ്. ഭൗതിക തലത്തിൽ നാം അന്വേഷിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം നാം നോക്കുക, യേശു കുരിശിൽ കിടക്കുമ്പോൾ യേശുവിൻ്റെ സമീപത്ത് ഒരു സഹോദരനെയും ഉള്ളതായിട്ട് നാം കാണുന്നില്ല. യേശുവിൻ്റെ ശിഷ്യരും ഭക്തസ്ത്രീകളും അവിടെ വന്നിരുന്നു. എന്നാൽ ഈ പറഞ്ഞ 6 8 സഹോദരർ യേശുവിനുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് യോഹന്നാൻ സ്ലീഹായ യേശു തൻ്റെ അമ്മയെ പരമേൽപ്പിച്ചു? അപ്പോൾ അതിലും ഒരു സാങ്കത്യമില്ല. ഇതേപ്പറ്റി ചില അഭിപ്രായം പറയാറുണ്ട്. യേശുവിൻ്റെ തന്നെ സഹോദരന്മാർക്ക് യേശുവിൽ വിശ്വാസമില്ലാതിരുന്നത് കൊണ്ടാണ്. കാരണം സുവിശേഷത്തിൽ ചില സൂചനകൾ നൽകുന്നുണ്ടല്ലോ, അവൻ്റെ നാട്ടിൽ തന്നെ സ്വീകരിക്കപ്പെട്ടില്ല എന്ന്. അതുകൊണ്ടാണ് വരാതിരുന്നതെന്ന്. പക്ഷെ അതിലും അർത്ഥമില്ല. കാരണം നാം കാണുന്നുണ്ട്, നടപടി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ മാതാവും ശിഷ്യന്മാരും സഹോദരരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചതിനെപ്പറ്റി. അപ്പോൾ വിശ്വാസത്തിൻ്റെ അല്ല. പിന്നെ എന്തുകൊണ്ടാണ് യേശുനാഥൻ യേശുവിന് വേറെ രക്തബന്ധത്തിലുള്ള സഹോദരന്മാരില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്? കാരണം അതുണ്ടായിരുന്നെങ്കിൽ എവിടെയെങ്കിലും സൂചന വരുമായിരുന്നു. സുവിശേഷത്തിലോ ലേഖനത്തിലോ പിന്നീടുള്ള പാരമ്പര്യത്തിലും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിലും ഒരിക്കലും യേശുവിന് വേറെ
മേരിയിൽ നിന്നും വേറെ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല, ഒരിടത്തും പറയുന്നുമില്ല. നമുക്ക് പിന്നെ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചല്ലോ, എങ്കിൽ അവരുടെ മാതാപിതാക്കൾ ആരായിരുന്നു എന്ന്, ഇല്ലേ? ആ എഴുത്തിൽ അതാണല്ലോ പറയുന്നത്. അതെ, അതേപ്പറ്റി നമുക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കാം. അപ്പോൾ 4 പേരുടെ പേര് പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ. പിന്നീട് മത്തായിയുടെ സുവിശേഷം തന്നെ 27-ാമത്തെ അധ്യായത്തിൽ യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നതിനെപ്പറ്റി തറച്ച ശേഷം അവിടെ വന്ന ആൾക്കാരുടെ പേര് പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഗലീലിയായിൽ നിന്ന് യേശുവിനെ അനുഗമിച്ചവരും അവന് ശുശ്രൂഷ ചെയ്തിരുന്നവരുമായ അനേക സ്ത്രീകൾ അകലെ ഇക്കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിന്നിരുന്നു. അക്കൂട്ടത്തിൽ മഗ്ദലന മറിയവും യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും അമ്മയായ മറിയവും സെബെദീപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ 13-ാം അധ്യായത്തിൽ കണ്ടു യാക്കോബും അതുപോലെ തന്നെ ജോസഫും. 27-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആ കൂട്ടത്തിൽ മഗ്ദലന മറിയവും യാക്കോബിൻ്റെയും യോസഫിൻ്റെയും അമ്മയായ മറിയവും. അപ്പോൾ യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും അമ്മ മറ്റൊരു മറിയമാണ്, മേരിയല്ല, യേശുവിൻ്റെ അമ്മയായ മേരിയല്ല. അത് വ്യക്തമായി ഇതിനകത്ത് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ യേശുവിനെ കുരിശിത്തറയ്ക്കുന്ന ഭാഗത്ത് പറഞ്ഞ ഇതാണ്: യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. ബൈബിൾ പണ്ഡിതന്മാർ അവരുടെ അഗാധമായ പഠനത്തിന് ശേഷം പറയുന്നത്, മത്തായിയുടെ സുവിശേഷത്തിൽ 27-ാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്ന ആ മറിയം ഈ ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയമാണ്. അതൊരു പക്ഷേ മേരിയുടെ കസിൻസാകാം, ബന്ധുജനങ്ങളാകാം. അതുകൊണ്ടാണ് ഇവിടെ ജോസഫിനെയും അതുപോലെ തന്നെ യാക്കോബിനെയും യേശുവിൻ്റെ സഹോദരന്മാരെന്ന് വിളിക്കുന്നത്. ഗ്രീക്ക് പദം അദെൽഫോസ്. ഈ പദം രക്തബന്ധത്തിലുള്ള സഹോദരന്മാർക്ക് മാത്രമല്ല, നമ്മുടെ ബന്ധുജനങ്ങൾക്കും ഒരു ഗ്രാമത്തിലെ ആൾക്കാർക്കും ഈ വാക്ക് ഉപയോഗിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. സഹോദരൻ, അത് നമ്മളും പലപ്പോഴും ഉപയോഗിക്കാറുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ നിന്നും ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ എൻ്റെ സഹോദരന്മാരാണ്. നമ്മൾ കേരളത്തിൽ നിന്നും പുറത്തു പോകുമ്പോൾ കേരളത്തിലെ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ പറയുന്നു അത് സഹോദരന്മാരാണ്. ഇന്ത്യയുടെ തന്നെ പ്രതിജ്ഞ എടുക്കുമ്പോൾ എല്ലാവരും എൻ്റെ സഹോദരന്മാരാണ്. അതുപോലെയുള്ള ഒരു യൂണിവേഴ്സൽ, ഒരു കോമൺ പൊതുവായിട്ടുള്ള ഒരു വാക്കാണ് അദെൽഫോസ്. അതാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് യാക്കോബും അതുപോലെ തന്നെ യോഹന്നാനും അത് യേശുവിൻ്റെ അമ്മയുടെ സഹോദരി പുത്രന്മാരാകാം. ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയത്തിൻ്റെ മക്കളാണെന്ന് കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി യൂദ ആരായിരുന്നു അതറിയണമെങ്കിൽ യൂദാസ്ലിയുടെ ലേഖനത്തിലേക്ക് തന്നെ നമുക്ക് കടന്നു ചെല്ലാം. അതിനകത്ത് ആദ്യത്തെ വാക്യം ഇതാണ്. യൂദാസ് എഴുതിയ ലേഖനത്തിൻ്റെ തുടക്കം ഇപ്രകാരമാണ്: യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാസ്, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരും യേശുക്രിസ്തുവിന് വേണ്ടി കാത്തു സൂക്ഷിക്കപ്പെടുന്നവരുമായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. യൂദാസ്ലിയ യേശുവിൻ്റെ അനുജനായിരുന്നെങ്കിൽ ആ കാര്യം തീർച്ചയായിട്ടും ഇവിടെ എഴുതുമായിരുന്നു, യേശുക്രിസ്തുവിൻ്റെ സഹോദരനെന്നോ അനുജനെന്നോ ഒക്കെ. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് യൂദാസിൻ്റെ അമ്മ യേശുവിൻ്റെ അമ്മയായിരുന്നില്ല, അതും അമ്മയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ മകനാകാം. ഷെമിയോൻ എന്നത് അവൻ്റെ പറ്റി വ്യക്തമായി സുവിശേഷത്തിലൊന്നും കാണുന്നില്ല. പക്ഷേ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് യേശുനാഥൻ തന്നെ അപ്പസ്തോലന്മാരെ അയക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ
അവിടുന്ന് അപ്പസ്തോലന്മാരെ വിളിച്ച് അയക്കുന്നു. ആ കാര്യം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു പേരാണ് പീലിപ്പോസ്, ബെർത്തലോമിയ, തോമസ്, ചുങ്കക്കാരൻ മത്തായി, ഹാൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കാനാൻകാരൻ ശിമയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയാത്ത. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഒരുപക്ഷെ ഈ കാനാൻകാരൻ ശിമയോൻ ആകാം. അവരും മേരിയോ അല്ലെങ്കിൽ യൂസപിതാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ മകനാകാം. അതുകൊണ്ട് കൃത്യമായി ഇതിനകത്ത് സുവിശേഷത്തിൽ ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് കിട്ടുന്നത് യേശുവിന് മേരിയിൽ നിന്നും വേറെ സഹോദരന്മാരാരും ഇല്ലായിരുന്നു എന്നാണ്. യേശു മറിയത്തിൻ്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ യോസേപ്പിതാവിൻ്റെ കുടുംബത്തിലെ വ്യക്തികളാകാം. അവരെ വിളിച്ചിരുന്നു സഹോദരന്മാരെന്ന്. അതുമല്ലെങ്കിൽ യേശു ജീവിച്ചിരുന്ന ആ നസ്രത്തിലെ യേശുവിൻ്റെ കുടുംബവുമായി ബന്ധമുള്ള ആ അയൽക്കാർ അവരെല്ലാം യേശുവിനെ കാണാൻ വരുമ്പോൾ അവരെയും വിളിച്ചിരുന്നു സഹോദരന്മാരെന്നാണ്. ഇതാണ് ഇതിനുള്ള ഉത്തരം. കൃത്യമായി മനസ്സിലായല്ലോ. അതായത് സുവിശേഷത്തിൽ തന്നെ 3 വ്യക്തികളുടെ രണ്ട് വ്യക്തികളുടെ മാതാവ് ആരായിരുന്നുവെന്നും അതുപോലെ തന്നെ യൂദായുടെ ലേഖനത്തിൽ നിന്നും യൂദാ സഹോദരനല്ല എന്നുള്ള സൂചനയുമാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും പറയുകയാണ് യേശുവിന് സഹോദരന്മാർ 4 പേരുണ്ടായിരുന്നുവെന്നും സഹോദരിമാരെല്ലാവരും എന്ന് പറയുമ്പോൾ 2 കൂടുതൽ ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുന്നത് അത് മേരിയുടെ മക്കളായിട്ടല്ല, ഒന്നെങ്കിൽ മാതാവിൻ്റെയോ യേശുപിതാവോ ബന്ധുജനങ്ങളായിട്ടോ ആ ഗ്രാമത്തിലെ സഹോദരന്മാരായിട്ടോ ആണ് നാം മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തെപ്പറ്റി തന്നെ പരാമർശിച്ച് നമുക്ക് വന്ന ഒരെഴുത്ത് ജോയൽ ഒന്ന് വായിക്കുക. കോട്ടയത്ത് നിന്നും മാർട്ടിൻ എഴുതിയിരിക്കുന്ന ഒരു കത്തിൻ്റെ ഉള്ളടക്കമാണ് ഞാൻ വായിക്കുന്നത്. ലോകത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെ ഏറ്റവും അധികം സ്നേഹിച്ച വ്യക്തി അത് സ്വന്തം പുത്രനായ യേശുവാണെന്ന് അച്ഛൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞുവല്ലോ. എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 48 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിലും വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 20-21 വാക്യങ്ങളിലും തൻ്റെ അമ്മയും സഹോദരങ്ങളും തന്നെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരോടുള്ള പ്രതികരണം തികച്ചും ഒരു തിരസ്കരണത്തിൻ്റെതായി തോന്നുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ ഒരു സംശയം പല വേദികളിലും ചർച്ചയ്ക്ക് വന്നിട്ടുള്ളതാണ്. യേശുവിൻ്റെ അമ്മയും സഹോദരരും യേശുവിനെ കാണുവാൻ വരുമ്പോൾ എന്തുകൊണ്ട് യേശു ഇപ്രകാരം പ്രതികരിച്ചു? ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരന്മാരെന്ന് ആ ഭാഗമൊന്ന് എടുത്ത് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം അധ്യായം 12 വാക്യങ്ങൾ 46 മുതൽ. ഒരുവൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു പുറത്തു നിൽക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരർ? തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഒറ്റ വായനയിൽ നമുക്കെല്ലാവർക്കും വരാവുന്ന ഒരു ചോദ്യചിഹ്നം ഇതാണ്. യേശു തൻ്റെ അമ്മയെ വളരെയധികം സ്നേഹിച്ചിരുന്നുവെങ്കിൽ, സഹോദരരെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ, തന്നെ കാണാൻ വന്ന അമ്മയുടെ മുമ്പിൽ വെച്ച് ഇതുപോലെ ഒരു പബ്ലിക് റിമാർക്ക് പൊതുവായി ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ അതിൻ്റെ പല കാര്യങ്ങളും മനസ്സിലാക്കുവാനുണ്ട്. അതിൻ്റെ സാഹചര്യം, അതെഴുതിയ പ്രത്യേകമായ അവസരം, അതിൻ്റെ സന്ദേശം. ഇനി ഇവിടെ നോക്കുക. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ഒന്നിതാണ്, യേശു എന്ത് ലോകത്തോട് പ്രസംഗിച്ചുവോ അത് 100% സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കിയ ശേഷം മാത്രമാണ് പ്രസംഗിച്ചിട്ടുള്ളത്. യേശുവാണ് പറഞ്ഞത്, ശത്രുക്കളെ സ്നേഹിക്കുക. അവിടുന്ന് ശത്രുക്കളെ സ്നേഹിച്ചു.
നിന്നെ വെറുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിനക്കെതിരായി നിൻ്റെ ചുവട്ടത്തടിക്കുന്നവർക്ക് മറ്റേ ചുവടും കൂടെ കാണിച്ചു കൊടുക്കുക. അവിടുന്ന് ഇതെല്ലാം തൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നു. കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ശിക്ഷിച്ചവർക്ക് വേണ്ടി, തന്നെ കുരിശിലേറ്റിയവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്ന രംഗം നാം കാണുന്നുണ്ട്. യേശു പിന്നീട് പറഞ്ഞു, നീ ഒരു ബലി അർപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് നിന്നോട് ആർക്കെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ, ആ ബലിവസ്തു അവിടെ വെച്ച ശേഷം അവനുമായി രമ്യപ്പെട്ട ശേഷം ബലി അർപ്പിക്കുക. ലോകത്തിൽ ഇന്ന് വരെ അർപ്പിച്ചുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്വപൂർണമായ ബലി യേശുവിൻ്റെ ബലിയായിരുന്നു. ആ ബലി അർപ്പണത്തിന് മുമ്പ് എന്താണ് നടന്നതെന്ന്, അവസാന അത്താഴ സമയത്ത് നടന്നതെന്ന് നമുക്കൊക്കെ അറിയാം. യേശു യൂദാസിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ആ യൂദാസ് തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നുവെന്ന് വ്യക്തമായി അറിഞ്ഞു. എന്നിട്ട് ആ ശത്രുവിനോട്, യേശുവിനോട് ഈ പ്രത്യേകമായ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ആ യൂദാസിൻ്റെ കാല് തന്നെ യേശു ചെന്ന് കഴുകുകയാണ്. എന്നിട്ട് അവിടുന്ന് ബലിയർപ്പണത്തിന് പോയി. ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, യേശു സ്വന്തം ജീവിതത്തിൽ പ്രസംഗിച്ചത് 100% ജീവിതത്തിൽ കാണിച്ചു തന്ന വ്യക്തിയാണ്. ആ യേശുവാണ് നമ്മളോട് പറഞ്ഞത്, നിൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുക, നിൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കുക. അതാണ് ദൈവകൽപ്പന. യേശു അങ്ങനെ നമ്മളോട് പറയണമെങ്കിൽ സ്വന്തം അമ്മയെയും സ്വന്തം സഹോദരന്മാരെയും സ്വന്തം ആൾക്കാരെയും എല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ സ്നേഹിച്ചയാളാണ്. അങ്ങനെ സ്നേഹിക്കുന്നയാൾ എന്തുകൊണ്ട് ഇങ്ങനെയൊരു വാക്യം പറഞ്ഞു? അവിടെ നാം ഇവിടെ കാണുന്ന ഇതാണ്, യേശു ഒരു വലിയ സന്ദേശം തൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച്, സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് ലോകത്തിന് കൊടുക്കുകയാണ്. ഈ ലോകത്തിൻ്റെ രക്തബന്ധത്തെക്കാൾ ശാശ്വതമാണ്, നിത്യമാണ് ദൈവപിതാവുമായിട്ടുള്ള, ദൈവമക്കളുമായിട്ടുള്ള ആത്മീയ ബന്ധം. ഇതാണിതിൻ്റെ അന്തസത്ത. ഈ ലോകത്തിലെ രക്തബന്ധങ്ങളെല്ലാം ഈ ലോകം കൊണ്ട് തീരുകയാണ്. എന്നാൽ ആത്മീയ ബന്ധം അത് നിത്യതയിൽ നിലനിൽക്കുന്നു. ഈ ഒരു സത്യം ഈ ഒരു അവസരത്തിൽ തൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച്, തൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ വെച്ച് യേശു അവിടെ പ്രഖ്യാപിക്കുകയാണ്. അതിൽ തന്നെ നമുക്കറിയാം, യേശു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ വചനങ്ങൾ അത് പൂർണ്ണമായി അനുസരിക്കുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. ഇതിലാർക്കും ഒരു സംശയമില്ല. ദൈവവചനത്തെ ഏറ്റവും പൂർണ്ണമായ രീതിയിൽ അനുസരിച്ചത് അത് മറിയം തന്നെയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് 100% ദൈവത്തിൻ്റെ തിരുവചനത്തിനായി തന്നെ സമർപ്പിച്ച്, അത് നാം കാണുന്നുണ്ട്. അതൊരു വാക്കിൽ ഒതുങ്ങി നിന്നതല്ല. ജീവിതകാലം ആ നിമിഷം മുതൽ സഹനത്തിലൂടെ, പരീക്ഷണത്തിലൂടെ, ജീവിതത്തിൻ്റെ ആ കഠിനമായ വേദനയിലൂടെ എല്ലാം കടന്നു പോയപ്പോഴും കുരിശിൻ്റെ ചുവട്ടിൽ വെച്ചും ദൈവവചനത്തെ സ്വീകരിച്ച് അനുസരിച്ച തൻ്റെ അമ്മ, അത് യേശുവിൻ്റെ അമ്മ. യേശുവിനൊരിക്കലും തൻ്റെ അമ്മയെ തള്ളിപ്പറയാൻ സാധിക്കുകയില്ല. യേശുവിനൊരിക്കലും തൻ്റെ അമ്മയെ സ്നേഹത്തിൻ്റെ കുറവിൻ്റെ ഒരു ലാഞ്ചന പോലും കാണിക്കുവാൻ സാധിക്കുകയില്ല. ഇത് സുവിശേഷം നമുക്ക് തരുന്ന സന്ദേശമാണ്. യേശുവിൻ്റെ ജീവിതം നമുക്ക് തരുന്ന സന്ദേശമാണ്. അതുകൊണ്ട് ഇത് അമ്മയോട് കാണിക്കുന്ന ഒരു ബഹുമാനക്കുറവോ സ്നേഹക്കുറവോ അല്ല, ലോകത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. ആത്മീയ ബന്ധത്തിൻ്റെ, പിതാവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ, വചനം അനുസരിക്കുന്നതിൻ്റെ ആ മഹത്വത്തിൻ്റെ വലിയ സന്ദേശം യേശു നമുക്ക് നൽകുന്നു. അതാണ് ഈ സുവിശേഷങ്ങളിലെല്ലാം നാം കാണുന്നത്. സുവിശേഷം ദൈവിക വെളിപാടാണ്. അതിൽ ദൈവത്തിൻ്റെ പദ്ധതി മുഴുവൻ വ്യക്തമായി എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് പഠിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഒരു സ്ഥലത്ത് മാത്രമായി അത് ഒതുങ്ങി നിൽക്കുന്നതല്ല. അതുകൊണ്ട് സുവിശേഷം, പ്രത്യേകിച്ച് പുതിയ നിയമം മുഴുവൻ നാം സമഗ്രമായി പഠിച്ചു കഴിയുമ്പോൾ സഭ പഠിപ്പിക്കുന്ന നിത്യസത്യങ്ങൾ അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഏതാനും ചിലർ സുവിശേഷത്തിലെ ചില വചനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്ന ചില ചരിത്ര വസ്തുതകളും ഇന്നത്തെ ചില നടപടികളും നാം കാണുന്നുണ്ട്. അതുകൊണ്ട് നാം എല്ലാവരും ദൈവവചനത്തെ
ആഴമായി പഠിക്കണം. ഓരോ ദിവസവും വചനം പഠിക്കുക, വചനം പ്രാർത്ഥിക്കുക, വചനം മനസ്സിലാക്കുക നമ്മുടെ ജീവിത ധർമ്മമായി നാം എടുക്കണം. അതാണ് ഇന്നത്തെ നമ്മുടെ ഈ പഠനത്തിൻ്റെ എല്ലാം പ്രധാന സന്ദേശമായി നിലകൊള്ളുന്നത്. നമുക്കെല്ലാവർക്കും അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വചനം പഠിക്കുന്നതിലും വായിക്കുന്നതിലും വചന ശുശ്രൂഷയ്ക്കായിട്ടും നമുക്കെല്ലാവർക്കും തയ്യാറാകുകയും ചെയ്യാം. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാ ദൈവാനുഗ്രഹവും ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനം ജീവൻ നൽകി, ശക്തി നൽകി, പ്രകാശം നൽകി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പരിശുദ്ധ അമ്മയുമൊത്ത് യേശുവിലേക്കുള്ള നമ്മുടെ തീർത്ഥയാത്ര നമുക്ക് തുടരാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ദൈവാനുഗ്രഹം ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ. പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ. മക്കളെ കാക്കുന്ന മരിയാമ്പിക ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ.